ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ പറയുന്നത് ബ്രെഡ് മയോണൈസ് പോളയുടെ റെസിപ്പിയാണ്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമ്മൾ കുറച്ച് ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൂടെ കുരുമുളക് പൊടിയും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കണം. അടുത്തതായി ഒരു കഷ്ണം കാബേജ്, 2 ചെറിയ ക്യാരറ്റ്, ഒരു കഷ്ണം ക്യാപ്സിക്കം എന്നിവ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നീട് നമ്മൾ വേവിച്ചു വെച്ച ചിക്കൻ ചെറുതായി കൈകൊണ്ടൊന്ന് പിച്ചിയെടുക്കാം. ശേഷം ഒരു പാൻ ചൂടാക്കി അതിൽ ഒരൽപ്പം ഓയിൽ ഒഴിച്ച് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്തതിന് ശേഷം നമ്മൾ പിച്ചി വെച്ച ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തെടുത്ത ചിക്കനെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിളിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ മയോണൈസ് ചേർത്ത് ആവശ്യത്തിന് കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായി നമുക്ക് ബ്രെഡ് പോള റെഡിയാക്കാൻ 10 ബ്രെഡ് എടുത്ത് ബ്രെഡിൻ്റെ 4 ഭാഗവും ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഇപ്പോൾ ഞാനിവിടെ നമുക്ക് ആവശ്യമായ ബ്രെഡിൻ്റെ 4 ഭാഗവും കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. അടുത്തതായി ഒരു പാൻ എടുത്ത് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബ്രെഡുകൾ ഓരോന്നായി എടുത്ത് പാനിൽ നിരത്തി വെക്കണം. പാനിൻ്റെ അടിഭാഗം നന്നായി ഫിൽ ചെയ്തതിന് ശേഷം നമുക്ക് അതിനു മുകളിലേക്ക് ആദ്യം റെഡിയാക്കി വെച്ച മയോണൈസ് ഒഴിച്ചു കൊടുക്കാം. മയോണൈസ് നന്നായി സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ഫില്ലിംഗ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫില്ലിംഗ് നന്നായി ബ്രെഡിന് മുകളിൽ കവർ ചെയ്തെടുക്കണം. ശേഷം കുറച്ചുകൂടെ മയോണൈസ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. പിന്നീട് ബാക്കിയുള്ള ബ്രെഡുകൾ എടുത്ത് വീണ്ടും കവർ ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ സെക്കൻഡ് ലെയർ റെഡി ആയിട്ടുണ്ട്. മയോണൈസ് ഞാനിവിടെ നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായി വീണ്ടും മുകളിൽ നമുക്ക് ഫില്ലിംഗ് ആഡ് ചെയ്ത് കൊടുക്കാം. അവസാനമായി ഫില്ലിങ്ങിന് മുകളിൽ നമുക്ക് ബാക്കിയുള്ള മയോണൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പോള ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് ഒരു 5 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം കുക്ക് ചെയ്തെടുക്കാം. ടേസ്റ്റിയായ ബ്രെഡ് മയോണൈസ് പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്.